ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു മത്തങ്ങ കറി ഉണ്ടാക്കിയാലോ. അതിന് കഴുകി വൃത്തിയാക്കി വെച്ച മത്തങ്ങ, അതിലേക്ക് ചെറിയുള്ളി ഇടാം കേട്ടോ. ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്തേക്കുന്നത്. അതിലേക്ക് 4 പച്ചമുളകും കൂടെ കീറിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മത്തങ്ങ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ്, അടച്ചു വെച്ച് നല്ലതുപോലെ വേവിക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ. അതിനുശേഷം നമ്മളൊരു അരമുറി തേങ്ങ ചിരകിയെടുക്കുക. ചിരകിയെടുത്ത് അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് നല്ലതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് നമ്മുടെ മത്തങ്ങയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാം ഒന്നും ഉടച്ചു കൊടുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെള്ള കളർ പോലെ ഉണ്ട്, പക്ഷേ ഇത് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കളർ മാറിക്കോളും. അപ്പം മഞ്ഞൾപ്പൊടിയുടെ ആ കളർ ഉണ്ടാവും. ഇപ്പോൾ വെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുക് ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുക. കടുകും കറിവേപ്പിലയും അതിലേക്കൊരു ലേശം മുളക് പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മത്തൻ കറിയിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കുക. ലേശം മുളക് പൊടി, അത് കരിഞ്ഞു പോകരുത്, അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വിളമ്പാൻ നേരം മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുത്താണ്. ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ കറി എടുക്കുമ്പോൾ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.